ഒന്നാലോചിച്ചു നോക്കൂ, നിങ്ങളുടെ കയ്യിലുള്ള ഒരു തുണ്ടു ഭൂമി നിങ്ങൾ ഒരാൾക്ക് വിറ്റു. വർഷങ്ങൾ കഴിഞ്ഞു. ആ ഭൂമി വാങ്ങിയ പുതിയയാളോട് അവിടെ ഇന്ന കാര്യം ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? അതും എന്നേക്കുമായി. കേൾക്കുമ്പോ ഒരുമാതിരി വിചിത്രമായിട്ട് തോന്നുന്നുണ്ടല്ലേ? പക്ഷേ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് പണ്ട് 1848 ഒരു ലണ്ടൻ കഥയിലാണ്. അതിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യൻ നിയമം പോലും രൂപപ്പെട്ടത്. വാ, നമുക്ക് ഈ നിയമപ്രഹേളികയുടെ ചുരുളഴിച്ചു നോക്കാം. ഇതാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ പോകുന്ന പ്രധാന ചോദ്യം. ഒരു ഭൂമി മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അവകാശങ്ങളും തീർന്നില്ലേ? പിന്നെങ്ങനെയാ പുതിയ ഉടമസ്ഥനെ നമ്മൾ നിയന്ത്രിക്കുന്നത്? ഈ ഒരു ചോദ്യം ഒരു സാധാരണ കച്ചവടത്തിനപ്പുറം നിയമത്തിന്റെ കുറച്ച് സങ്കീർണമായ വഴികളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. ഈ ആശയം ശരിക്കും മനസ്സിലാവണമെങ്കിൽ നമുക്കൊരു സാങ്കല്പിക സാഹചര്യം ഉപയോഗിക്കാം. ഇതൊരു കേസ് സ്റ്റഡി പോലെ കണ്ടാൽ മതി. ഒരു വിൽപ്പനക്കാരൻ സ്ഥലം വാങ്ങുന്ന ആളുടെ മുന്നിൽ 3 നിബന്ധനകൾ വെക്കുകയാണ്. അപ്പോൾ ഈ 3 കണ്ടീഷൻസും കണ്ടില്ലേ? ഒന്നാമത്തേത് തികച്ചും വ്യക്തിപരമായൊരു കാര്യം. രണ്ടാമത്തേത് ആ വസ്തുവിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പറയുന്നു. മൂന്നാമത്തേത് ഒരു കാര്യം ചെയ്യരുത് എന്ന് എന്നേക്കുമായി വിലക്കുന്നു. നിയമത്തിന്റെ കണ്ണിൽ ഈ 3 വ്യവസ്ഥകൾക്കും ഒരേ വിലയാണോ, അതോ ചിലത് നിലനിൽക്കുകയും മറ്റുള്ളവ അസാധുവാകുകയും ചെയ്യുമോ? പൊതുവായ നിയമതത്വം വളരെ ലളിതമാണ്. ഒരു വസ്തുവിന്റെ മുഴുവൻ അവകാശവും നിങ്ങൾ മറ്റൊരാൾക്ക് കൈമാറിക്കഴിഞ്ഞാൽ വിറ്റയാൾക്ക് പിന്നെ അതിന്മേൽ ഒരു അധികാരവുമില്ല. ഇതിനെ റൂൾ എഗെയിൻസ്റ്റ് റിപ്യുഗ്നൻസി എന്നൊക്കെ പറയും. അതായത് ഉടമസ്ഥാവകാശം കൊടുത്ത ശേഷം അതിന് വിപരീതമായ കണ്ടീഷൻസ് വെക്കാൻ പാടില്ല. ഈ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ വെച്ച 3 വ്യവസ്ഥകളും അസാധുവാകേണ്ടതല്ലേ? എന്നാൽ ഇവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത്. അപ്പോ ഈ ട്വിസ്റ്റ് എവിടെയാണെന്നല്ലേ? അതിനാണ് നമ്മൾ നിയമപുസ്തകം തുറന്നു നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ സെക്ഷൻ 11 നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. ഈ സെക്ഷൻ ഒരു പൊതുനിയമം പറയുന്നതോടൊപ്പം തന്നെ അതിന് ശക്തമായ ഒരു ഒഴിവാക്കലും ഒരു എക്സെപ്ഷനും നൽകുന്നുണ്ട്. കണ്ടോ? നിയമം വളരെ വ്യക്തമാണ്. വിറ്റ വസ്തുവിൽ പിന്നീട് അവകാശം സ്ഥാപിക്കാൻ വരരുത്. പക്ഷേ നിങ്ങൾ വയ്ക്കുന്ന ആ നിയന്ത്രണം നിങ്ങളുടെ കൈവശമുള്ള തൊട്ടടുത്ത മറ്റൊരു വസ്തുവിന്റെ നല്ല രീതിയിലുള്ള ഉപയോഗത്തിന് അത്യാവശ്യമാണെങ്കിൽ ആ നിയന്ത്രണം നിലനിൽക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ വിറ്റ സ്ഥലത്ത് ഒരു വലിയ കെട്ടിടം വന്നാൽ നിങ്ങളുടെ വീട്ടിലേക്കുള്ള കാറ്റും വെളിച്ചവും മൊത്തത്തിൽ അടഞ്ഞുപോകുമെങ്കിൽ ആ കെട്ടിടം പണിയരുതെന്ന കണ്ടീഷന് നിയമസാധുത കിട്ടാൻ സാധ്യതയുണ്ട്. പ്രയോജനകരമായ ആസ്വാദനം അല്ലേ? ഈ വാക്ക് കേട്ടാൽ ഒരു പിടിയും കിട്ടില്ല. ഇതിന്റെ ശരിക്കുള്ള അർത്ഥവും ശക്തിയും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് പുറകോട്ട് പോണം. ഒരുപാട് പുറകോട്ട്. 1848 ലണ്ടനിലേക്ക്. അവിടെ നടന്നൊരു കഥ കേൾക്കുമ്പോഴേ ഈ നിയമത്തിന്റെ ആത്മാവ് നമുക്ക് പിടികിട്ടു. നമ്മൾ പോകുന്നത് ലോക പ്രശസ്തമായ ടൾക്ക് വേഴ്സസ് മോക്സെ എന്ന കേസിലേക്കാണ്. വസ്തുനിയമങ്ങളുടെ ഗതി തന്നെ മാറ്റിയ ഒരു സുപ്രധാന വിധിയായിരുന്നു അത്. അപ്പോ കഥ ഇങ്ങനെയാണ്. ടൾക്ക് എന്ന് പറയുന്നയാള് ലെസ്റ്റർ സ്ക്വയറിൽ ഒരു പൂന്തോട്ടം വിറ്റു. ഒരൊറ്റ കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ കെട്ടിടമൊന്നും പണിയരുത്. വർഷങ്ങൾ കഴിഞ്ഞ് പല കൈമറിഞ്ഞ് ആ സ്ഥലം മോക്സെ എന്നൊരാളുടെ കയ്യിലെത്തി. പണ്ട് ടൾക്ക് വെച്ച കണ്ടീഷനൊന്നും എന്നെ ബാധിക്കില്ല, കാരണം ഞാനല്ലല്ലോ ടൾക്കുമായി കരാറുണ്ടാക്കിയത് എന്ന് മോക്സെ വാദിച്ചു. പക്ഷെ കോടതി അത് സമ്മതിച്ചില്ല. ഇതാണ് ആ വിധിയുടെ കാതൽ. കോടതി ചോദിച്ചത് വളരെ ലളിതമായൊരു ചോദ്യമാണ്. ഒരു സ്ഥലം വാങ്ങുമ്പോൾ അതിലിങ്ങനൊരു നിയന്ത്രണമുണ്ട് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. ഒരുപക്ഷെ ആ നിയന്ത്രണമുള്ളതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് വില കുറച്ചു കിട്ടിയത്. എന്നിട്ട് വാങ്ങിക്കഴിഞ്ഞ ശേഷം ഞാൻ അതൊന്നും പാലിക്കില്ല എന്ന് പറയുന്നത് ശരിയാണോ? അത് നീതിയല്ല എന്നായിരുന്നു കോടതിയുടെ ഉത്തരം. അപ്പൊ 1848 ഈ ലണ്ടൻ കഥയ്ക്ക് ഇന്നത്തെ ഇന്ത്യയിൽ എന്തു പ്രസക്തി ഉണ്ട്? നല്ല പ്രസക്തിയുണ്ട്. ഇതേ തത്വം നമ്മുടെ നിയമത്തിലും എഴുതി ചേർത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ഷനിലേക്ക്, അതായത് സെക്ഷൻ 40 എത്തുന്നത്. തുൽക്ക് വി മോക്സി കേസിൽ നിന്നുണ്ടായ ആ തത്വമില്ലേ, അതുതന്നെയാണ് സെക്ഷൻ 40 ഇന്ത്യൻ നിയമത്തിന്റെ ഭാഗമായത്. അതായത് ചില വ്യവസ്ഥകൾ അതുണ്ടാക്കിയ വ്യക്തികൾ തമ്മിലുള്ള ഒരു ഏർപ്പാട് മാത്രമല്ല, മറിച്ച് അത് ആ ഭൂമിയോട് തന്നെ ഒട്ടിച്ചേർന്നിരിക്കും. ഭൂമി ആര് വാങ്ങിയാലും ആ വ്യവസ്ഥയും കൂടെ പോകും. ഇതിനെയാണ് കവനൻസ് റണ്ണിംഗ് വിത്ത് ലാൻഡ് എന്ന നിയമത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ വ്യവസ്ഥകളെ രണ്ടായിട്ട് തിരിച്ചു നോക്കാം. ആദ്യത്തേതാണ് പോസിറ്റീവ് ഉടമ്പടി, അതായത് എന്തെങ്കിലും ചെയ്യണം എന്നാവശ്യപ്പെടുന്ന കണ്ടീഷൻസ്. നമ്മുടെ ഉദാഹരണത്തിൽ ഒരു കിണർ കുഴിക്കുക എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഉടമ്പടിയാണ്. ഇതിനു പണമുടക്കണം, അധ്വാനിക്കണം. അടുത്തതാണ് നെഗറ്റീവ് ഉടമ്പടി.
പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എന്തെങ്കിലും ചെയ്യരുത് എന്ന് വിലക്കുന്ന ഒന്ന്. കെട്ടിടം പണിയരുത് എന്നത് ഒരു നെഗറ്റീവ് ഉടമ്പടിയാണ്. നമ്മുടെ ടുൾക്ക് കേസിലെ വ്യവസ്ഥയും ഇതുതന്നെയായിരുന്നു, ഓർമ്മയില്ലേ? നിയമം ഈ 2 തരം ഉടമ്പടികളെയും കാണുന്നത് 2 രീതിയിലാണ്. അപ്പോ ശരി, നമ്മുടെ കയ്യിലിപ്പോ എല്ലാ തുമ്പുകളും ഉണ്ട്. സെക്ഷൻ 11, സെക്ഷൻ 40, പിന്നെ ലണ്ടനിലെ ആ പഴയ കേസും. ഇതെല്ലാം വെച്ച് നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചുപോയാലോ? ആ 3 കണ്ടീഷൻസിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഈ പട്ടിക നോക്കൂ, കാര്യങ്ങൾ വ്യക്തമാകും. ഒന്നാമത്തെ വ്യവസ്ഥ, മകന് ട്യൂഷൻ എടുക്കുന്നത് അത് എയും ബിയും തമ്മിലുള്ള ഒരു പേഴ്സണൽ കോൺട്രാക്റ്റാണ്. അതിന് ഭൂമിയുമായി ബന്ധമില്ല. അതുകൊണ്ട് പിന്നീട് വരുന്ന എക്സിനെ അത് ബാധിക്കില്ല. രണ്ടാമത്തേത്, കിണർ കുഴിക്കണമെന്നത് ഒരു പോസിറ്റീവ് ഉടമ്പടിയാണ്. നിയമമനുസരിച്ച് ഇത്തരം പോസിറ്റീവ് ഉടമ്പടികൾ സാധാരണയായി അടുത്ത അവകാശിയെ പിന്തുടരില്ല. എന്നാൽ മൂന്നാമത്തെ വ്യവസ്ഥ, കെട്ടിടം പണിയരുത് എന്നതൊരു നെഗറ്റീവ് ഉടമ്പടിയാണ്. ഇത് എയുടെ തൊട്ടടുത്തുള്ള വസ്തുവിന് പ്രയോജനകരമാണെങ്കിൽ സെക്ഷൻ 11, 40 എന്നിവയനുസരിച്ച് ബിയെയും ആ കണ്ടീഷനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ എക്സിനെയും അത് നിയമപരമായി ബന്ധിപ്പിക്കും. ഇതാണ് ടെൽക്ക് വേഴ്സസ് മൊക്സെ കേസിന്റെ ആധുനിക രൂപം. അപ്പോ ഇതിൽ നിന്നും നമ്മൾ പഠിച്ച പാഠമെന്താണ്? ലളിതമായി പറഞ്ഞാൽ, എല്ലാ കണ്ടീഷൻസും ഭൂമിയോടൊപ്പം യാത്ര ചെയ്യില്ല. വ്യക്തിപരമായ വാഗ്ദാനങ്ങൾ ആദ്യത്തെ ആളിൽ തന്നെ ഒതുങ്ങും. പണം മുടക്കി എന്തെങ്കിലും ചെയ്യാനുള്ള പോസിറ്റീവ് ഉടമ്പടികളും സാധാരണഗതിയിൽ കൈമാറ്റം ചെയ്യപ്പെടില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുന്ന നെഗറ്റീവ് ഉടമ്പടികൾ, അത് തൊട്ടടുത്ത ഭൂമിക്ക് ഗുണകരമാണെങ്കിൽ ആ ഭൂമിയുടെ ആധാരത്തിൽ ഒരു അദൃശ്യ ചരടുപോലെ വരും തലമുറയിലെ ഉടമകളെയും പിന്തുടർന്നേക്കാം. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലണ്ടനിലെ ഒരു പൂന്തോട്ടത്തെ ചൊല്ലിയുണ്ടായ ഒരു തർക്കം ഇന്നും ഇന്ത്യയിൽ ഒരു തുണ്ടുഭൂമി വാങ്ങുന്ന നിങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു നിയമമായി മാറിയിരിക്കുന്നു. ഇത് നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഉടമസ്ഥതയിലുള്ള വസ്തുക്കളിൽ നമ്മൾ കാണുന്നതിനപ്പുറം ചരിത്രത്തിൽ നിന്നും വന്ന അദൃശ്യമായ ചില നിയമപരമായ ചരടുകൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടാകാം.